ശബരിമലയിൽ 1998 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തെ 2019 എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതി ചെമ്പാക്കി മാറ്റിയ ഉത്തരവിനെ ന്യായീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എ പത്മകുമാറിന്റെ വീഴ്ച തുറന്ന് സമ്മതിക്കുകയാണ് സർക്കാർ. മാതൃഭൂമി ന്യൂസ് PN വാസവനോട് ചോദിച്ചു. എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് ഭരണസമിതി സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ചെമ്പാക്കി ഉത്തരവിറക്കി. പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനും ഉത്തരവിട്ടു. അതുകൊണ്ടല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം സ്വത്ത് ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലും ബംഗളൂരുവിലുമെല്ലാം പ്രദർശന വസ്തുവാക്കാൻ അവസരമുണ്ടാക്കിയത്? മറുപടി ഇങ്ങനെ: അത് നിങ്ങൾ ചോദ്യം ന്യായമാണ്. അന്ന് ഇയാളുടെ കൂടെ ഇവന്റെ കൂടെ 2019 ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകേണ്ടതില്ലെന്നത് ശരിയാണ്. ബോർഡ് പ്രോപ്പറായി തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തുക. ആ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ ഇയാളെ മാത്രമായിട്ട് 2019 എന്തിനു കൊടുത്തുവിട്ടു എന്ന കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അവരാരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകേണ്ടതില്ലേ? ഈ കൊണ്ടുവയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനാണ് വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന കമ്പനിയിൽ പേര് കൊടുത്ത് ഇയാളുടെ പേരിലാണ് വാറണ്ടി വാങ്ങിയിരിക്കുന്നത്. അതിനാരാണ് അനുമതി കൊടുക്കുന്നത്? അന്നത്തെ കാലത്ത് ആലോചിക്കേണ്ടത്. ഉദ്യോഗസ്ഥരെ ചാരി CPM നേതാവ് കൂടിയായ എ പത്മകുമാറിന്റെ ഭരണത്തിലുണ്ടായ വലിയ വീഴ്ച തുറന്ന് സമ്മതിക്കുകയാണ് ദേവസ്വം മന്ത്രി. 2019 സ്വർണം ചെമ്പായതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൊടുത്തുവിട്ടതുമെല്ലാം ദേവസ്വം ബോർഡ് ഭരിച്ചവരുടെ മാത്രം ഉത്തരവാദിത്തമാക്കി. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന് ഒരു പങ്കുമില്ലെന്ന് സർക്കാർ കൈകഴുകുകയാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ദേവസ്വം വകുപ്പോ മന്ത്രിയോ ആർക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിനകത്ത് ദൈനംദിന പ്രശ്നത്തിൽ ഇടപെടാനോ അധികാരവുമില്ല, അവകാശവുമില്ല. ഇതോടെ എ പത്മകുമാർ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. സ്വർണം ചെമ്പായതിൽ എ പത്മകുമാറിന് വ്യക്തമായ മറുപടി ഇന്നുമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒട്ടേറെ ആളുകൾ മെയിൽ അയക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അത് എനിക്ക് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. ചെമ്പ് പാളിയും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. 2019 ബോർഡ് ഭരിച്ച എ പത്മകുമാറും കൂട്ടരും സംശയത്തിന്റെ നിഴലിലാണ്. വീഴ്ച ദേവസ്വം മന്ത്രി തുറന്ന് സമ്മതിച്ചതോടെ പാപം പേറാൻ പാർട്ടിയും സർക്കാരും ഒപ്പമുണ്ടാകില്ലെന്ന് പറയാതെ പറയുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.